ശബരിമലയിൽ യുവതീ പ്രവേശനം അനുവദിച്ച സുപ്രീം കോടതി വിധി തെറ്റെന്ന് കേന്ദ്ര സർക്കാർ. യുവതീ പ്രവേശനം അനുവദിച്ചാൽ ആരാധനാ സ്വഭാവം മാറും. വിശ്വാസ വിഷയത്തിൽ കോടതികൾ ഇടപെടരുതെന്ന് ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ വാദങ്ങൾ എഴുതി നൽകി. യുവതീ പ്രവേശന ഹർജികളിൽ വിശാല ഭരണഘടനാ ബെഞ്ചിൽ വാദം തുടങ്ങി. യുവതീ പ്രവേശനം അനുവദിച്ച വിധി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെടുന്നവരുടെ വാദം വ്യാഴാഴ്ച വരെ തുടരും. ശബരിമലയിലെ അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്. നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ആചാരമാണ്. യുവതീ പ്രവേശനം അനുവദിച്ചാൽ ആരാധനാ സ്വഭാവം മാറും. വിശ്വാസ വിഷയങ്ങളിൽ കോടതികൾ ഇടപെടരുതെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. 246 പേജുള്ള വാദമാണ് കേന്ദ്രത്തിനായി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത സമർപ്പിച്ചത്. പുനഃപരിശോധനാ ഹർജികളെ പിന്തുണയ്ക്കുന്നവരുടെ വാദമാണ് ആരംഭിച്ചത്. വ്യാഴാഴ്ച വരെയാണ് പുനഃപരിശോധനാ ഹർജികളെ പിന്തുണയ്ക്കുന്നവർക്ക് വാദമുന്നയിക്കാനുള്ള സമയം. പുനഃപരിശോധനയെ അനുകൂലിക്കുന്നവർക്കൊപ്പം വാദത്തിന് അവസരം നൽകണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ നോഡൽ ഓഫീസർക്ക് കത്ത് നൽകിയിരുന്നു. നേരത്തെ പുനഃപരിശോധനയെ എതിർക്കുന്ന വിഭാഗത്തിലായിരുന്നു സംസ്ഥാനത്തിന് സമയം അനുവദിച്ചിരുന്നത്. അനിവാര്യമായ ആചാരങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് മതപണ്ഡിതർ എന്നാണ് സംസ്ഥാന സർക്കാർ മുൻനിർത്തുന്ന വാദം. യുവതീ പ്രവേശനത്തെ എതിർത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വാദങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ വിശാല ഭരണഘടനാ ബെഞ്ചിൽ ജസ്റ്റിസുമാരായ എം സുന്ദരേഷ്, എ അമാനുള്ള, അരവിന്ദ് കുമാർ, AJ മസീഹ്, PB വരാലെ, R മഹാദേവൻ, ജോയ്മാല ബാഗ്ജി, BV നാഗരത്ന തുടങ്ങിയവരാണ് മറ്റംഗങ്ങൾ. ന്യൂസ് ഡെസ്ക്